വെൽക്കം ടു PSC ആൻഡ് ടെക് വിത്ത് അഖിൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ് ഇഡിയംസ്. 5 ഇഡിയംസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ഇഡിയമാണ് അണ്ടർ ദി വെതർ. അണ്ടർ ദി വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് അൺവെൽ ഓർ സിക്ക്, അതായത് നമുക്ക് പനി പിടിക്കുക, ശരീര അസ്വാസ്ഥ്യം ഉണ്ടാവുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. ഓക്കെ, അപ്പോൾ അണ്ടർ ദി വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് സിക്ക്. അടുത്തത് സ്പിൽ ദി ബീൻസ്. സ്പിൽ ദി ബീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രഹസ്യം വെളിപ്പെടുത്തുക എന്നാണ്. ടു റിവീൽ എ സീക്രട്ട്. സ്പിൽ ദി ബീൻസ് മീൻസ് എന്താണ്? ടു റിവീൽ എ സീക്രട്ട്, രഹസ്യം വെളിപ്പെടുത്തുക. ഓക്കെ, അടുത്തത് വളരെ എളുപ്പമുള്ളതാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റെയർലി എന്നാണ്. വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഉണ്ട് ബ്ലൂ മൂൺ, അതായത് നീലചന്ദ്രൻ. നീലചന്ദ്രൻ ഒരിക്കലും വരില്ല, അഥവാ വന്നാലും എന്താണ്? വളരെ റെയറായിട്ടായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ഇഡിയമാണ് ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ്. ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ തലയിൽ നഖം വെച്ചടിക്കുക, അങ്ങനെയൊന്നുമല്ല. ഹിറ്റ് ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറഞ്ഞാൽ ടു സേ എക്സാക്ട്ലി ദ റൈറ്റ് തിങ് ഓർ ഡു ദ റൈറ്റ് തിങ്. അതായത് എന്താണ്? ഒരു പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണത്തെ പറ്റി സംസാരിക്കുക, പറയുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. ഹിറ്റ് ദി നെയിൽ ഓൺ ദ ഹെഡ്. ഓക്കെ, ആ ഒരു പ്രശ്നത്തിൻ്റെ കാരണത്തെ പറ്റി പറയുക. ഓക്കെ, അടുത്ത ശൈലി എന്ന് പറയുന്നത് ബ്രേക്ക് ദി ഐസ് എന്നാണ്. ഐസിനെ ഒടിക്കുക എന്നല്ല, ടു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ ഇൻ എ സോഷ്യൽ സെറ്റിംഗ് എസ്പെഷ്യലി ടു ഈസ് ടെൻഷൻ. അതായത് എന്താണ്? നമ്മൾ ഒരിക്കലും ഒരാളോട് സംസാരിച്ച് മോശമായ അല്ലെങ്കിൽ കുറച്ച് അലംഭാവം അല്ലെങ്കിൽ കുറച്ച് വഴക്കായ ഒരു കാര്യം വീണ്ടും സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക, അല്ലെങ്കിൽ സംസാരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുക. അതാണ് അതിൻ്റെ ഒരു മീനിങ്. ബ്രേക്ക് ദി ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടക്കത്തിലുണ്ടായ അലംഭാവം മാറ്റി സംസാരിക്കാൻ ആരംഭിക്കുക, പ്രശ്നം പരിഹരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. ഓക്കെ, താങ്ക് യു.